മുൻമന്ത്രിയും 5000 പ്രണയത്തിന്റെ മുതലാളിയുമായ KB ഗണേഷ് കുമാറിന്റെ ആപ്പീസ് പൂട്ടാൻ പോവുകയാണ്. തന്റെ വഴിവിട്ട ബന്ധം ഉപയോഗിച്ച് ഗണേശൻ ആ പാവം ഉമ്മൻചാണ്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് എല്ലാവർക്കും അറിയാം. ആ മനുഷ്യനെ മാത്രമല്ല, കേരളത്തിന്റെ ഭാവി മുഴുവൻ തകർത്ത് കളയുകയായിരുന്നു ഇയാൾ ചെയ്തത്. ഉമ്മൻചാണ്ടിയുടെ പേര് പോലും പറയാത്ത കുറ്റപത്രത്തിലും പരാതിയിലും തിരുത്തൽ വരുത്തിയ ഗണേശനും കൂട്ടാളിയും തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച അധികം താമസിയാതെ നമ്മൾ കാണാൻ പോവുകയാണ്. അതിനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞുകൊണ്ട് ഇപ്പോഴിതാ UDF നേതാക്കൾ ആരും തന്നെ പീഡിപ്പിച്ചിട്ടില്ല എന്ന് കാട്ടി സോളാർ പീഡന കേസ് പരാതിക്കാരി എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ പരാതിയായി കൊടുത്ത കത്തിൽ തീരുമാനമായിരുന്നു എന്നുള്ള തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് അന്നത്തെ അട്ടക്കുളങ്ങര വനിതാ ജയിൽ സൂപ്രണ്ട് A. നസീറ ബീവി തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. കേസിലെ സാക്ഷിയായി കൊട്ടാരക്കര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ER അർജുൻ രാജ് മുൻപാകെ ഹാജരായാണ് അവർ ആ കത്ത് തന്നെ തിരിച്ചറിഞ്ഞത്. കത്തിൽ രേഖപ്പെടുത്തിയ ഒപ്പ് തൻ്റേതാണെന്നും നസീറ ബീവി മൊഴിയിൽ നൽകിക്കഴിഞ്ഞു. അപ്പോൾ മറ്റേ കത്ത് അല്ലെങ്കിൽ ആ തിരുത്തിയ കത്ത് ആരാണ് എഴുതിച്ചതെന്നറിയാൻ ഇനി അധികം പണിയില്ല. അതായത് എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശപ്രകാരം സോളാർ പീഡന കേസ് അതിജീവിത അട്ടക്കുളങ്ങര ജയിലിൽ വെച്ച് പരാതി എഴുതിയത് ഈ നസീറ ബീവിയുടെ സാന്നിധ്യത്തിലായിരുന്നു. 4 പേജുള്ള ആ പരാതിയിൽ നസീറ ബീവി സാക്ഷിയായി ഒപ്പിടുകയും ചെയ്തിരുന്നു. പരാതി കോടതിയിലെത്തിച്ചതും നസീറ ബീവിയുടെ നിർദ്ദേശപ്രകാരം തന്നെയായിരുന്നു. ഈ കത്തിലെ പരാതിയെ തുടർന്നാണ് കോടതി നിർദ്ദേശപ്രകാരം എറണാകുളം ടൗൺ നോർത്ത് പോലീസ് കേസെടുത്തത്. ബിജു രാധാകൃഷ്ണൻ, നടി ശാലുമേനോൻ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. സോളാർ തട്ടിപ്പ് കേസിലെ പ്രതിയായ സോളാർ പീഡന കേസ് അതിജീവിതയും മുൻമന്ത്രി ഗണേഷ് കുമാറും പ്രതികളായ ഈ സോളാർ ഗൂഢാലോചന കേസിൽ നടപടി പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ സത്യങ്ങളെല്ലാം തെളിഞ്ഞു വന്നത്. ആ കേസിന് വേണ്ടി തന്നെയാണ്. യഥാർത്ഥ കത്ത് ഇതാണെന്ന് ആ കത്തിൻ്റെ സാക്ഷി തിരിച്ചറിഞ്ഞിരിക്കുന്നു വർഷങ്ങൾക്ക് ശേഷം. അതായത് സോളാർ പീഡന കേസിലെ പരാതിക്കാരി സോളാർ അന്വേഷണ കമ്മീഷന് മുന്നിൽ ഹാജരാക്കിയ കത്തിൽ 4 പേജ് കൂട്ടിച്ചേർത്തതിന് പിന്നിൽ ഈ ഗണേഷ് കുമാർ ആണെന്നുള്ള പരാതിയാണ് ഇപ്പോൾ എല്ലാ തെളിവുകളോടെയും പുറത്തു വരാൻ പോകുന്നത്. അതിൽ ഗൂഢാലോചന ഉണ്ടെന്ന് ആരോപിച്ച അഡ്വക്കേറ്റ് സുധീർ ജേക്കബ്, അഡ്വക്കേറ്റ് ജോളി അലക്സ് മുഖേന ഫയൽ ചെയ്ത ഹർജിയിലാണ് ഇപ്പോൾ നടപടികളെല്ലാം വേഗത്തിലായത്. കേസിലെ സാക്ഷികളായ ബെന്നി ബെഹനാൻ MP, മുൻമന്ത്രി KC ജോസഫ് എന്നിവരുടെ മൊഴി കോടതി രേഖപ്പെടുത്താൻ പോവുകയാണ്. കഥകൾ മെനയുന്നു. തൻ്റെ പേര് ചേർത്ത് പല രാഷ്ട്രീയ നേതാക്കളുടെയും മന്ത്രിമാരുടെയും കഥകൾ പലരും മെനയുന്നതായും ആ കഥകളും വാർത്തകളും എല്ലാം തന്നെ വാസ്തവ വിരുദ്ധമാണെന്നും ബഹുമാനപ്പെട്ട കോടതിയെ ബോധിപ്പിക്കുന്നതായും സോളാർ കേസിലെ ഈ പരാതിക്കാരി കോടതിയിൽ ഹാജരാക്കിയ കത്തിൽ പറയുകയാണ്. 2013 ജൂൺ 6-ന് ഈ സോളാർ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുമ്പോഴാണ് വിശദമായി ഈ കത്തെഴുതിയത്. സത്യത്തിൽ ആ കത്ത് വാങ്ങി അല്ലെങ്കിൽ പരാതി വാങ്ങി തിരുത്തുമ്പോഴും പരാതിക്കാരിയെ സ്വാധീനിക്കുമ്പോഴുമെല്ലാം നല്ല സുഖമായിരുന്നു ഗണേശൻ സാറിന്. ഇപ്പോൾ മന്ത്രിസ്ഥാനം മാത്രമല്ല, ആകെ ഉണ്ടായിരുന്ന പാർട്ടിയുടെ MLA സ്ഥാനവും സ്വന്തം പേരിലുള്ള പാർട്ടി തന്നെ നാമാവശേഷമായി നിൽക്കുമ്പോഴാണ് ഉമ്മൻചാണ്ടി എന്ന ആ പാവം മനുഷ്യനെ ഉപദ്രവിച്ച യഥാർത്ഥ കഥ തെളിവ് സഹിതം പുറത്തു വരുന്നത്. ഇനി അങ്ങോട്ട് അധികം താമസിയാതെ ഗണേഷ് കുമാറിന് സർക്കാർ ചെലവിൽ സുഖമായിരിക്കും കാര്യങ്ങൾ.